ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പപ്പായ വെച്ച് ഒരു അടിപൊളി കറിയാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പറയുന്നത് എനിക്കറിയില്ല. ഓമക്കയെന്നും അറിയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താണോ പറയുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കാണുന്നതിന് മുൻപ് പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പപ്പായ ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ തോടും അതിൻ്റെ കുരുവും ഒക്കെ കളഞ്ഞ് നല്ല ചെറുതായിട്ട് മുറിച്ച് നന്നായിട്ട് വൃത്തിക്ക് കഴുകിയെടുക്കാം. ഇതിൽ കറയുടെ അംശമുള്ളത് കൊണ്ട് നന്നായിട്ട് 2-3 പ്രാവശ്യമെങ്കിലും കട്ട് ചെയ്തതിന് ശേഷം കഴുകിയെടുക്കണം. ഇത് നമുക്ക് എളുപ്പത്തിൽ കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. കട്ട് ചെയ്തെടുത്ത പപ്പായ നല്ലപോലെ വെള്ളത്തിൽ കഴുകിയെടുക്കുക. അതിനുശേഷം ഒരു കുക്കർ എടുക്കുക. കുക്കറിലേക്ക് ഈ പപ്പായ ഇട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊരു 4 വിസിൽ വേവിച്ചെടുക്കാം. ഇത് വേകുന്ന ടൈമിൽ നമുക്ക് അതിന് വേണ്ട കൂട്ട് അരച്ചെടുക്കാം. അതിലേക്ക് 1 കപ്പ് തേങ്ങ, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 2 പച്ചമുളക്, 3 വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇവയെല്ലാം കൂടെ ചേർത്ത് നമുക്ക് മിക്സിയിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോഴേക്കും കുക്കറിൽ വെച്ചിരുന്ന ഓമക്ക വെന്തിട്ടുണ്ട്. അത് നമുക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിരുന്ന കൂട്ട് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അതുകൂടെ നോക്കി ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിലേക്ക് നല്ല കട്ട തൈര് അതിലേക്ക് ഒഴിച്ച് യോജിപ്പിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിതിന് വേണ്ട താളിപ്പ് ഉണ്ടാക്കാം. അതിലേക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വയ്ക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കടുക് ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ച് യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നുള്ളു പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാമേ, അല്പം മധുരത്തിന്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.